ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്തിലെ അധ്യക്ഷനായ നീതി ആയോഗിന്റെ യോഗം എല്ലാം കൊണ്ടും ശ്രദ്ധേയമായി. ഇവിടെ പ്രതിപക്ഷം ഈ യോഗം ബഹിഷ്കരിച്ചപ്പോൾ, പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഈ യോഗം ബഹിഷ്കരിച്ചപ്പോൾ അവിടേക്ക് ഈ യോഗത്തിൽ പങ്കെടുത്ത മമതാ ബാനർജി ആകട്ടെ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ അവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗത്തിൽ BJPയുടെ സഖ്യകക്ഷിയായ JDUവിൻ്റെ മുഖ്യമന്ത്രി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. അതോടുകൂടി തന്നെ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തേക്ക് പോയി. പിന്നീട് നിതീഷ് കുമാറിൻ്റെ ഓഫീസ് തന്നെ അതിനൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എങ്കിലും, മുഖ്യമന്ത്രി പങ്കെടുക്കണം എന്നുള്ളതാണ് നിയമമെങ്കിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഏതെങ്കിലും മന്ത്രിമാരോ MP-മാരോ മറ്റോ പങ്കെടുപ്പിച്ചാൽ മതിയാകുമെന്ന്. അത്തരത്തിൽ ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരി, വിജയ് കുമാർ സിൻഹയും പങ്കെടുത്തിരുന്നു. അതുകൂടാതെ തന്നെ ബീഹാറിൽ നിന്നുള്ള 4 കേന്ദ്രമന്ത്രിമാർ ഈ നീതി ആയോഗ് സമിതിയിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ പങ്കെടുക്കാത്തതിൽ കാര്യമില്ല. നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം യോഗങ്ങൾക്ക് നിതീഷ് കുമാർ പോകാനല്ല, പ്രതിനിധികളെ അയക്കുകയാണ് പതിവെന്ന് കൂടി ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിതീഷ് കുമാർ ചലിക്കുന്നത് പോലും വലിയ വാർത്തയാകുന്ന സാഹചര്യത്തിലാണ് നീതി ആയോഗിൻ്റെ ആ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിതീഷ് കുമാർ എത്തിയില്ല എന്നുള്ളതും വാർത്തയായത്. ഏതായാലും വാർത്ത സത്യമാണ്. ആ വാർത്തയിലെ സത്യമാണ് ഈ വാർത്തയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.